ഇതാണ് അപർണ യാദവ്. അപർണ യാദവ് എനിക്ക് തോന്നുന്നു മറ്റേ മുലയാമിന്റെ രണ്ടാമത്തെ ഭാര്യയിലെ മകന്റെ പ്രദീകിന്റെ മകളാണ്. കുടുംബത്തിന്റെ മറ്റൊരു താരോദയം. ഇവർക്ക് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇവരും കൂടി ആകുമ്പോഴേക്കും 20 കണക്കും 21 പേരാവും കുടുംബത്തിൽ നിന്ന് നേതാക്കളാകുന്നത്. ഒരുപക്ഷെ ഈ സോഷ്യലിസ്റ്റ് ചേരികളുടെ ഒരു ഡീജനറേഷൻ ചെറിയാൻ ഈ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടാറുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുണ്ട്. ഓക്കെ, കോൺഗ്രസ് ബി ജെ പി പ്രകടമായ ലീഡ് 91 സീറ്റിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. BSP സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കമ്പയറും ഒപ്പത്തിനൊപ്പം. പക്ഷെ ഒരു തരത്തിലും ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഖ്യയിലേക്കാണ് ബി ജെ പി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തോതിലുള്ള മുന്നേറ്റം കാണുമ്പോൾ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ നിന്നല്ല, സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് ബി ജെ പിയുടെ പിന്തുണ എന്ന് വ്യക്തമാണത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കല്ല, ഇത് പല കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾ സംശീകരിക്കുന്ന കണക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന കണക്ക് ഇവിടെ ഉണ്ട്. അതിലെ ഉത്തർപ്രദേശിലേക്ക് ഒന്ന് പോയാൽ അതിലേക്ക് ഇടയ്ക്ക് നമുക്ക് പോകേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം 66 സീറ്റിൽ BJP, 48 സീറ്റിൽ സമാജ്വാദി പാർട്ടി, 28 സീറ്റിൽ BSP. ഈ രണ്ട് തമ്മിൽ ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇത് 145 മണ്ഡലങ്ങളിലാണ്. സ്വാഭാവികമായിട്ട് ചെതറിക്കിടക്കും. എല്ലാ മേഖലയിൽ നിന്നും അത് ഉണ്ടാകാൻ മാത്രമല്ല ചില ചാനലുകളൊക്കെ BJPക്ക് 100 എന്നുള്ള അക്കം ക്രോസ് ചെയ്തായിട്ടാണ് 102 പല ചാനലുകളും. പ്രേക്ഷകരുടെ അറിവിലേക്ക് പല ചാനലുകളും പല കണക്കുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾക്കിടയിലും ഒരു കാര്യം വളരെ പ്രസക്തമാണ്. BJP വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പഞ്ചാബിന്റെ നഷ്ടം ഉണ്ടായിരിക്കെ പോലും BJP ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു മിന്നുന്ന നേട്ടത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. യുപിയും ഉത്തരാഖണ്ഡും BJP പിടിച്ചെടുത്താൽ തന്നെയും അത് വലിയൊരു ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ്. മണിപ്പൂരും ഗോവയൊക്കെ ഒരു ബോണസ് മാത്രമാണ്. മണിപ്പൂർ ഒരു പക്ഷേ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വളരെ BJP ക്രോസ് ചെയ്ത് 102, KVS നമ്മുടെ കണക്കിൽ 102, സമാജ്വാദി പാർട്ടി കേവലം 20, BSP കേവലം 15. BJPയുടെ പ്രകടമായിട്ടുള്ളൊരു ഒരു തേർവാഴ്ചയാണ് UPയിൽ നടക്കുന്നത്. ഇത് ബീഹാറിലെ പോലെ ആവരുത് എന്നുള്ളതാണ്. അതെ, KVS അങ്ങനെ ഒരു ജാഗ്രതപ്പെടുത്തലുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ബീഹാറിൽ പോയിക്കൊണ്ടിരുന്നത്. മറന്നിട്ടില്ല. പക്ഷേ KVS ഇതിന് ഉപസംഖ്യയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര പ്രകടമായ വ്യത്യാസമില്ല. പക്ഷേ എങ്കിൽ പോലും അത് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. പല ചാനലുകളും പല രീതിയിലുള്ള കണക്കാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്ന കാരണം വെച്ചാൽ അതിന്റെ ഒരു ജാമ്യം എടുത്തു വെക്കണം. ഏതായാലും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞ് ഇതുവരെ സുസ്ഥിരമായിട്ടുള്ള ഒരു മേൽക്കൈ BJP ഉത്തർപ്രദേശിൽ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും 102 സീറ്റുകളിൽ 401 സീറ്റ് 403 സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. 102 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. 135ഓളം സീറ്റുകൾ 138ഓളം സീറ്റുകളാണ് ഇതുവരെ ലീഡ് നില വന്നിട്ടുള്ളത്. 103ആയി BJPയുടെ ലീഡ് നേട്ടം ഉയർന്നിരിക്കുകയാണ്. 103, 25, 15. രണ്ടാം സ്ഥാനത്ത് SP നിൽക്കുന്നു. BSP അവരോടൊപ്പം പിടിച്ചുകൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ വോട്ടെണ്ണൽ പൂർവ്വവേളയിൽ BSPയെ എഴുതി തള്ളിയിരിക്കുകയായിരുന്നു ഏതാണ്ട് നിരീക്ഷകരും മാധ്യമങ്ങളും എല്ലാം. അതിൽ നിന്ന് വ്യത്യസ്തമായി BSP തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ. 103, 25, 15 എന്ന നിലയ്ക്ക് BJP, SP, BSP അവിടെ മുന്നിട്ട് നിൽക്കുകയാണ് ഉത്തർപ്രദേശിൽ. പഞ്ചാബില് ചന്ദ്രശേഖർ കോൺഗ്രസ് 21, ആം ആദ്മി പാർട്ടി 13. അവിടെ ശിരോമണി അകാലിദൾ BJP സഖ്യം വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടി തമ്മിലാണ്. അതൊരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ട്രെൻഡാണ് എല്ലാ സർവേകളിലും. ഉത്തരാഖണ്ഡില് വളരെ അത്ഭുതകരമായി അതായത് BJP വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. BJPക്ക് 10 സീറ്റ്. ഒരുപക്ഷെ പഞ്ചാബിൽ ശിരോമണി BJP സഖ്യത്തിന് സംഭവിച്ച അതേ അപജയമാണ് ഉത്തരാഖണ്ഡിൽ സിറ്റിംഗ് ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് സംഭവിക്കുന്നത്. വലിയൊരു തിരിച്ചടിയാണ്. മണിപ്പൂരിൽ മാത്രമാണ് കോൺഗ്രസ് പ്രാഥമിക ട്രെൻഡ് പ്രകാരം പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും BJPയും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഗോവയിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് മാത്രമാണ് BJPയുടെ കണക്കുകൂട്ടലിൽ
പെശക് വരാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ സൂചന പ്രകാരം ഇതൊന്നും പറയാൻ പറ്റില്ല. ഇത് ഇനീഷ്യൽ ട്രെൻഡാണ്. ചില ഗോവയൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഗോവയിൽ 4 സീറ്റിന്റെ ഇതുവരെ വന്നിട്ടുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. 40 സീറ്റുള്ള ഉത്തരാഖണ്ഡിലെ ബിട്ടാസ് ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് 30 മണ്ഡലങ്ങളിലോട്ട് കോൺഗ്രസിന് റിബൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 30 മണ്ഡലങ്ങളിൽ ഉത്തരാഖണ്ഡിൽ എങ്ങനെ അവർ ജയിക്കാം? ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ പോറായിരുന്നു. മാത്രമല്ല ഈ കോൺഗ്രസിന്റെ ഡിസിപ്ലിൻ ചെറിയാൻ ഒന്ന് ഹൈക്കമാൻഡ് ശിഥിലമായി, ലോ കമാൻഡായി. അതാണ്. കേരളത്തിൽ പോലും ഹൈക്കമാൻഡ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ സാധനം ഇപ്പൊ ഇല്ല, ഹൈക്കമാൻഡ് ഇല്ല. കേരളത്തിൽ ആന്റണി ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ കണക്ക്. ഇത് നമ്മുടെ കണക്കാണ്. BJPയുടെ ലീഡ് UP-യില് 117 മാസീവ് ലീഡിലേക്കാണ് UP-യിലെ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി 25 നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച. BSP കണക്കുകൂട്ടലുകളെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം മാത്രം. പക്ഷേ തോതിൽ പോയാൽ 3-2 ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് പ്രകടമായ ഭൂരിപക്ഷം മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള മേൽക്കോയ്മ നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും അസംബ്ലിയിൽ ഉണ്ടാകുക. മാത്രമല്ല നെഹ്റുവിന്റെ കാലത്തെ കോൺഗ്രസിന് ശേഷമുള്ള ഒരു നിലയിലേക്ക് വളരെ പ്രധാനപ്പെട്ട, അത് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ ഒരുപാട് തലങ്ങളിൽ സ്വാധീനിക്കാൻ പോകുന്ന ജനവിധിയായിട്ടാണ് UP-യുടെ ജനവിധി മാറാൻ പോകുന്നത്. BJPയുടെ വിജയം, രാജ്യസഭയിലെ സമവാക്യങ്ങള്, നിയമനിർമ്മാണങ്ങളിലെ വ്യക്തത, രാഷ്ട്രപതിയുടെ വരവ്, മാത്രമല്ല പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, മോഡിയുടെ കൈകൾ കുറച്ചും കൂടി ദൃഢപ്പെടുന്നു. ഒരുപക്ഷെ BJPക്കുള്ളിൽ തന്നെയുള്ള സമവാക്യങ്ങളിൽ വലിയ മാറ്റം, വലിയ ട്രെൻഡുകൾ വരുന്നു. ഉത്തർപ്രദേശിലെ ട്രെൻഡ് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ട്രെൻഡ് KVS ഇത് വിശ്വസിക്കാവോ? UP-യിൽ 88 BJP ആയി കഴിഞ്ഞു. അതായത് 181-ൽ 88. മാത്രം 403-ന്റെ ഹാഫ് വേ മാർക്കിലേക്ക് കടക്കുകയാണ്. അപ്പം BJPയുടെ നമ്മൾ നേരത്തെ കണ്ട അതേ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാണിക്കുന്ന കണക്കുകളെ ശരിവെക്കുന്ന രീതിയിലുള്ള ട്രെൻഡാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കണക്ക് പ്രകാരം കൂടുതൽ സീറ്റുകൾ കണക്ക് പ്രകാരം BJP 120-ലേക്ക് എത്തുകയാണ്. 120-ലേക്ക് പ്രേക്ഷകർ 122. നമ്മുടെ കണക്ക് പ്രകാരം BJP ഒരുപക്ഷെ നമ്മുടെ ടിക്കറൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. BJP 120 എന്നുള്ള സംഖ്യ ക്രോസ് ചെയ്യുന്നു. ഹരിദാസ് നേരത്തെ പറഞ്ഞത് 220 സീറ്റ്. KVS-ന്റെ കണക്കൂട്ടലും പിഴയ്ക്കുന്ന സാഹചര്യമാണ് ഞാൻ കാണുന്നത്. എന്താ കാരണം 220-ലാണ് KVS വെച്ചത്. അതൊന്നും മാറ്റാം. അവസാനം ചാണക്യ പറയുന്നത് ചെറിയാൻ, പക്ഷെ ചെറിയാന്റെ ഇന്നലത്തെ പെർഫോമൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളൊന്നും റെക്കോർഡ് ചെയ്തൊന്നും കളയരുത് പറഞ്ഞിട്ടുണ്ട്. 124 BJP ഉയർന്നിരിക്കുന്നു. 124 സീറ്റ്, 29-22. അവിടെ എടുത്തു പറയണം. അതായത് UP-യുടെ ടിക്കറും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വിടുക ഇതനുസരിച്ച്. എന്താ കാരണം വെച്ചാൽ അനൗദ്യോഗികമാണ്, പക്ഷേ എങ്കിലും ടിക്കറും അനുസരിച്ച് അനൗദ്യോഗികമായിക്കോട്ടെ. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കല്ല ഇത്, അനൗദ്യോഗിക വിവരങ്ങൾ കൂടി ശേഖരിച്ച് ശരിയാണെന്നുള്ള വിവരമാണ് നമുക്കുള്ളത്. ചന്ദ്രശേഖർ, പ്രകടമായിട്ടുള്ളൊരു മേൽക്കോയ്മയിലേക്ക് പോകുന്നു. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്നത് 89 സീറ്റിൽ ഇപ്പോഴും BJP മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് UP-യിൽ. പക്ഷെ നമ്മളത് 124 UP-യിൽ BJP ഭരണത്തിലേക്ക് കല്യാൺ സിംഗിന് ശേഷം എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു? കല്യാൺ സിംഗ് 2 തവണ വന്നു. 93-ലോ മറ്റല്ലേ? അതെ, 93. അതെ, അതായത് ഒരു 1.5 പതിറ്റാണ്ട് ശേഷം 92 കല്യാൺ സിംഗ് വരുന്നത്. അതെ, അതിന് മുമ്പ് 2 തവണ കല്യാൺ സിംഗ് വന്നില്ലേ? അല്ല, കല്യാൺ സിംഗ് വന്ന് പോയ ശേഷം പിന്നീട് BJPക്ക് വരാൻ പറ്റിയിട്ടില്ല. അതായത് വളരെ നീണ്ട കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് BJP അധികാരത്തിലേക്ക് ഏകദേശം വരുന്നത്. മാത്രമല്ല സുസ്ഥിരമായിട്ടുള്ള ഭൂരിപക്ഷം നടത്തിക്കൊണ്ടാണ് UP-യിൽ നിന്ന് ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്യാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും അതൊരു കണക്കിന് ഭാഗ്യമായിട്ട് നരേന്ദ്രമോദിയെ ഒരു തരത്തിലും അത് മൈനസ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നില്ല. ഒരു മോഡി പ്രഭാവം, മോഡി മാജിക്കാണ്. ഗോവയില് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, മറ്റുള്ളവരാണ് ഒന്ന്. ഒരു പക്ഷെ ഇവിടെ മാത്രമാണ് BJPയുടെ ഒരു ചിഹ്നം കാണാതിരിക്കുന്നത്. ഒരു സാഫ്രൺ സ്പോട്ട് ഇല്ലാത്ത ഒരു സ്ഥലം. പക്ഷെ അതിന് സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് സംഭവിച്ചു ഗോവയിൽ? ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിലൂടെയാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. പക്ഷെ അവിടെ നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ക്രിസ്ത്യൻ വോട്ടിൽ ഒരു 20-25% BJP കിട്ടിയിട്ടുണ്ട് അവിടെ. ഇപ്പൊ അസം ഖാൻ പിന്നിലെത്തിയിരിക്കുന്നു റാംപൂരിൽ. അത്
ഓവറോൾ ട്രെൻഡിന്റെ ഭാഗമാണ് ഒരുപക്ഷെ ഒരു വാഷ് ഔട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് SP കോൺഗ്രസ് സഖ്യത്തിനെതിരെയുള്ള ഒരു വലിയൊരു ജനവികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും അസം ഖാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു വലിയ തിരിച്ചടിയായിരിക്കും. BJP ഒരു മാസീവ് വിക്ടറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UP-ല് മണിപ്പൂരില് BJPക്ക് ആദ്യ ജയം, ആദ്യമായിട്ടൊരു സീറ്റിലേക്ക് വരുന്നു. പക്ഷെ എങ്കിൽ പോലും അത് പ്രകടമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ BJP ബഹുദൂരം മുമ്പിലാണ് ഉത്തർപ്രദേശിൽ. വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ഒരുപക്ഷെ വിവിധ മാധ്യമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആശയക്കുഴപ്പത്തിലായിരിക്കും. 129 സീറ്റ് വരെ BJP മുന്നിട്ട് നിൽക്കുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനൌദ്യോഗിക കണക്കുകളെ ആശ്രയിച്ചാണ് ഇത്തരത്തിൽ വരുന്നത്. എന്നാൽ പോലും 127 വരെ നമ്മുടെ കണക്കുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാ 130 സീറ്റിലേക്ക് BJP മുന്നിട്ട് നിൽക്കുന്നത്. UP-യിൽ എത്തിയിരിക്കുകയാണ് 30 SP, BSP 22 സീറ്റുകൾ BSP മുന്നിട്ട് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതുവരെ സുസ്ഥിരമായ ഒരു മുന്നോട്ട് പോക്ക് BJP UP-യിൽ കാഴ്ചവെക്കുകയാണ്. 88 ഔദ്യോഗികമായി BJP മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളുടെ എണ്ണം എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് അത് 130. 403 അംഗ നിയമസഭയിൽ 130 സീറ്റുകളിൽ 150ഓളം 170ഓളം സീറ്റുകളുടെ ഫലസൂചന വന്നപ്പോൾ 130 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിനെ മാറ്റിവെച്ചുകൊണ്ട് ഓരോ ചാനലും ഓരോ കണക്കുകളാണ് നൽകുന്നത്. അതെ, നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്ന ദേശീയ ചാനലുകൾ CNIBN, NDTV, ടൈംസ് നൗ തുടങ്ങിയ ചാനലുകളെല്ലാം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ്. നമ്മള് 130 കൊടുക്കുമ്പോൾ 133 വരെ കൊടുക്കുന്ന ചാനലുകൾ ഉണ്ട് BJP. സമ്മിശ്രമായിട്ടുള്ള കണക്കുകൾ, പക്ഷെ പലതരത്തില്. പക്ഷെ നമുക്ക് കിട്ടുന്ന സൂചന പ്രകാരം BJP ഒരു ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്യുന്ന എല്ലാ ലക്ഷണമാണ് കാണുന്നത്. മാത്രമല്ല മാസീവ് തമ്പിം വിക്ടറിയാണ് BJPക്ക് ഉണ്ടാകുന്നത്. വളരെ പ്രകടമായിട്ടുള്ള ചന്ദ്രശേഖർ, അതായത് UP-യുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയായിരിക്കുന്നു. പഞ്ചാബിൽ ഏറെക്കുറെ കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്യം, പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും വ്യക്തമായിരിക്കുന്നു. ഓക്കെ, ഉത്തർപ്രദേശിൽ 133 സീറ്റുകളിൽ BJP ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 134 വരെ സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അനൌദ്യോഗിക കണക്കുകളെ ആശ്രയിച്ചാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 80-ലേറെ സീറ്റുകളിലാണ് ഇപ്പോഴും BJP മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും SP 33 സീറ്റുകളിലും BSP 25 സീറ്റുകളിലുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഉത്തർപ്രദേശിൽ BJP തൂത്തുവാരുന്ന ഒരു സ്ഥിതി, അങ്ങനെ ഒരു പ്രവണതയാണ് നിലനിൽക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് പറയാം. ചെറിയാൻ, അതായത് കോൺഗ്രസിന്റെ കൺവെൻഷണൽ ബെൽറ്റായിട്ടുള്ള റായ്ബറേലി അമേഠി ബെൽറ്റിൽ പോലും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ചുവട് പിഴയ്ക്കുന്നു. അതായത് BJPയുടെ സ്വീപ്പ് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണ്. വെസ്റ്റേൺ UP-യിൽ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള അപ്രമാദിത്വം ഉണ്ടാകില്ല എന്ന് ആൾക്കാർ പ്രവചിച്ചിരുന്നെങ്കിൽ പോലും അവിടെ ഉൾപ്പെടെ, അതായത് BJPയുടെ സമസ്ത ഭൂതലങ്ങളിലും ഒരുപക്ഷെ ജാതി സമവാക്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു മോഡി പ്രഭാവത്തിലാണ് BJPയുടെ കുതിച്ചുകയറ്റം. വളരെ പ്രധാനപ്പെട്ട ഒരു കുതിച്ചുകയറ്റമാണ്. ആം ആദ്മിയുടെ പ്രൊഫസർ സയ്യിദലബി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. പഞ്ചാബിൽ പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിട്ടില്ല എന്നാണ് ആദ്യ സൂചനകൾ കാണിക്കുന്നത്. പഞ്ചാബിലെ ഫലമൊന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമാവും. എന്തു പറയുന്നു? ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. താഴെത്തട്ടിലേക്ക് എത്താൻ പരമാവധി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ഫലങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടി ഉള്ളത്. ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു 4 വർഷത്തെ മാത്രം ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന് പഞ്ചാബിൽ വ്യക്തമായ ഒരു പ്രസൻസ് അറിയിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടി ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് ആം ആദ്മി പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനിയും ഫലങ്ങൾ വരുന്നതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളിലെ റിസൾട്ടുകൾ ഇനിയും വരാനിരിക്കുന്നു. ചന്ദ്രശേഖർ, എനിക്ക് തോന്നുന്നു പഞ്ചാബ് ഇനിയും നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ അവിടെ എങ്ങനെയാണ് അതെ അതെ പക്ഷെങ്കിൽ ഉത്തർപ്രദേശിലാണ് ഒരു പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ കണ്ണുകളെല്ലാം ആ കണ്ണുകൾ പ്രകാരം BJPക്ക് പ്രകടമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ്. 144ലേക്ക് BJPയുടെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. 144, 33, പുതിയ കണക്ക് പ്രകാരം 153 ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 73 ലോക്സഭാ സീറ്റുകളെ 340ലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ആ പരിഭാഷയ്ക്ക് ഒരു അർത്ഥമുണ്ട് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവാഹം. അതായത് 2014 മോഡി മാജിക്ക് ഏറെക്കുറെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. 156 നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ പോലും 98 സീറ്റുകൾ BJPക്ക് ഔദ്യോഗികമായി തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും താങ്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? അതായത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന പഴയ ഉത്തർപ്രദേശിന്റെ ഭാഗമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെയും സോഷ്യലിസ്റ്റുകളുടെയും ശക്തിഭൂമിയാണ്. ആ സോഷ്യലിസ്റ്റുകളുടെ പിന്തുണച്ചയാണ് SP. കോൺഗ്രസിന്റെ പിന്തുണച്ച രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ വോട്ട്, ഒരു കാലത്ത് കിട്ടിയിരുന്ന വോട്ടുകൾ പൂർണ്ണമായും തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് BJP നേട്ടം. അതേസമയം SPയുടെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ മറ്റുമൊക്കെ പിന്തുടർച്ച ഒരു പരിധിവരെ നിലനിർത്താൻ SPക്ക് സാധിച്ചിരിക്കുന്നു. BSPക്ക് മായാവതിക്ക് പഴയ പ്രഭാവം ഇല്ലെങ്കിൽ പോലും ഒരു പ്രഭാവം വീണ്ടെടുക്കാൻ അല്പമെങ്കിലും കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇതുവരെ. ഇപ്പം UPയിലിപ്പം സമാജ്വാദി, അതായത് അഖിലേഷ് യാദവിന് ഇനിയും രാഷ്ട്രീയ കളം ഉണ്ട്, അതായത് ഇനിയും കളിക്കാനുള്ളതുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കളം അങ്ങ് കുറഞ്ഞു വരുവാണ്. രസം ഈ റേബറേലി ആൻഡ് അമേത്തി നേരത്തെ ബിട്ട സൂചിപ്പിച്ചു. അവിടെ സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവിടുത്തെ 5 മണ്ഡലങ്ങളിലും ട്രയാങ്കുലർ അല്ലെങ്കിൽ ഫോർക്കോഡേഡ് കണ്ടസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാം. റേബറേലിയും അമേത്തിയും കൂടി കോൺഗ്രസ് തോറ്റാൽ വാഷ്ഡ് ഔട്ടായിരിക്കും കോൺഗ്രസ് UPയിൽ. അല്ല, അതിന്റെ ട്രെൻഡ് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നു KVS. അതായത് ഇവരൊക്കെ കഷ്ടി കടന്നു കൂടുകയാണ് ചെയ്തത്. അത് മറ്റേ ഇവര് സ്മൃതി ഇറാനി, അതെ, അതായത് റായ്ബറേലി അമേഠി ബെൽറ്റിലൊക്കെ കഷ്ടിച്ച് കടന്നു കൂടുകയാണ്. പക്ഷെ ഇത് വലിയ ഒരു വിജയത്തിലേക്കാണ്. അതായത് ഉത്തരാഖണ്ഡിലെ BJP പോകുന്നു വലിയൊരു സ്വീപ്പാണ്. അതായത് ആകെ വന്ന 26 സീറ്റിൽ 24 സീറ്റിലും BJP സ്വീപ്പ്. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ അതായത് പ്രകടമായിട്ടുള്ള സ്വീപ്പ്. അതായത് UPയുടെ ഒരു അനുബന്ധമാണ് ഉത്തരാഖണ്ഡ് എന്ന് സ്ഥാപിച്ചുകൊണ്ട്, അതായത് 161 സീറ്റിലായി BJPയുടെ ലീഡ് സ്വീപ്പ്. അതായത് അർത്ഥശങ്കയില്ലാത്ത പോലെ ഒരുപക്ഷെ UP തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ ആകാംക്ഷകൾക്കും വേണമെങ്കിൽ വിരാമമായി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ്. ഈ ട്രെൻഡിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. KVS ഉറപ്പിച്ചിരിക്കേ മാറ്റം ഉണ്ടാവില്ല. അതായത് വളരെ ജാഗ്രതയോടെയായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ ആ ജാഗ്രത ഇനി വേണ്ടതില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിരിക്കുന്നു. പ്രേക്ഷകർ അറിവിലേക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള BJP ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് അധികാരത്തിലേക്ക് വരുന്നു. പ്രകടമായിട്ടുള്ള മേൽക്കോയ്മയാണ് BJP സ്ഥാപിക്കുന്നത്. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തെയും BSPയെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJPയുടെ ഒരു ജൈത്രയാത്ര, തേർവാഴ്ച, വലിയൊരു മുന്നേറ്റമാണ് UPയിൽ നിന്ന് പ്രകടമാകുന്നത്. 166 സീറ്റുകളാണ് BJP ഇപ്പോൾ ഉത്തർപ്രദേശിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് അനൌദ്യോഗിക വിവരങ്ങളെ കൂടി ആശ്രയിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 39 സീറ്റിലാണ് സമാജ്വാദി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. BSP 28 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. 8 സീറ്റിൽ മറ്റുള്ളവർ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 166 സീറ്റ് വലിയൊരു ഭീമമായ ഒരു സംഖ്യ. എനിക്ക് തോന്നുന്നു ഇനി യാതൊരുവിധ എന്ത് അട്ടിമറി നടന്നാലും ഈ സംഖ്യയിൽ വലിയൊരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. ഒരു പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിലേക്ക് കൂടി പോകണമെന്ന കാരണം വെച്ചാൽ പ്രേക്ഷകർക്ക് സമഗ്രമായ ഒരു ചിത്രം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നോക്കൂ, ഉത്തർപ്രദേശ് കമ്മീഷന്റെ സൈറ്റിലും 100 കടന്നു. 108. അതാ ചെറിയാൻ 213ന്റെ ഹാഫ് എ മാർക്ക് കഴിഞ്ഞ്. അതെ, 50%. അപ്പൊ ഈ ട്രെൻഡ് മുന്നോട്ട് പോയാൽ തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാണ്. താങ്കളുടെ SP BSP മായാവതി അഖിലേഷ് സഖ്യം സാധ്യമാകുന്നില്ല. താങ്കൾ കീഴടങ്ങിയോ? അടിയറ പറഞ്ഞോ?
അടിയറവ് പറയാനായിട്ടില്ല election ആയിട്ടില്ല. ഫൈനലായിട്ട്. ഓക്കേ. എങ്കിൽ പോലും ചെറിയാന്റെ ആ ഒരു എന്താ പറയാ ഒരു പോരാട്ട വീര്യം എന്താണ് പോരാട്ട വീര്യം ആംഗ്രി യങ് മാൻ ആംഗ്രി ഇപ്പൊ യങ് ഏത് മാൻ പക്ഷത്തിന്റെ പ്രതീക്ഷ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ കണക്കൂട്ടൽ തെറ്റാം. അതെ ആ കണക്കൂട്ടൽ മാത്രമല്ല പഴയ യുവതുർക്കിയുടെ പട്ടികയിൽ വരുന്ന ആളാണ് ചെറിയാൻ ആ യുവതുർക്കികളൊക്കെ പോയി. അതെ ഇത് കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന യുവതുർക്കിയാണ് ചെറിയാൻ. സെയ്തലവി, ഈ ആം ആദ്മി പാർട്ടി വേണ്ട രീതിയിലൊന്നും അങ്ങോട്ട് എറിക്കുന്നില്ലല്ലോ അവിടെ. സർ, ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഉത്തർപ്രദേശിൽ വിട്ടു. ഉത്തർപ്രദേശിലില്ല. ഗോവ, ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗോവ, presence അവിടെയില്ല. ഗോവയും ഗോവ പഞ്ചാബും. വരാനിരിക്കുന്നേ ഉള്ളൂ. പഞ്ചാബ്, പഞ്ചാബില് രണ്ട് പഞ്ചാബില് സ്റ്റേറ്റുകള് വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഭരണകക്ഷിയെ മുന്നേറിക്കൊണ്ട് ഇതാ പഞ്ചാബ് കാണിച്ചില്ല. പഞ്ചാബ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോളൂ. അതായത് കോൺഗ്രസിനെ മറികടക്കുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ പകുതിയെ ഉള്ള ഇവിടെ ആം ആദ്മി പാർട്ടി നോക്കുക. ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ റിസൾട്ടുകൾ വരട്ടെ, നമുക്ക് കുറച്ചുകൂടി അല്ല, കാത്തിരിക്കാവുന്നതാണ്. ഇത് ഇത്ര സമയം മൊത്തത്തില് നമ്മൾ ഇത് കാത്തിരുന്നതാണ്. മൊത്തത്തിലാണ്. ഇത് മൊത്തം പരിച്ഛേദമാണ്. അതെ, ഇനിയിപ്പോ ഡൽഹിയിലൊന്നും സീറ്റ് എടുക്കാൻ പറ്റില്ല. ഇത് പഞ്ചാബിലെ മാത്രമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അത് മുഴുവൻ ഫലങ്ങളും പുറത്തു വരട്ടെ, ഇനിയും വരാനിരിക്കുന്നുണ്ടല്ലോ. അതായത് ഗോവ, മണിപ്പൂർ, പഞ്ചാബ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കുള്ള കൺസലേഷൻ പ്രൈസ് ആണ്. അതായത് ഗോവ, മണിപ്പൂർ, പഞ്ചാബിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഗോവ, മണിപ്പൂർ, പഞ്ചാബ്. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും BJPയുടെ സ്വീപ്പ്, അടിച്ചുള്ള കയറ്റം, മുന്നേറ്റം, തെർവാഴ്ച, മേൽക്കോയ്മ, വളരെ പ്രകടമായിട്ടുള്ള ഒരു ജൈത്രയാത്രയാണ് BJP ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ SP പുറകോട്ട് പോയപ്പോ BSP അവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഭദ്രമായിട്ടുള്ള ഒരു നില കൈവരിച്ചിട്ടുണ്ട്. അതുകൂടി പറയണം. SP കോൺഗ്രസ് സഖ്യം KVS വർക്ക് ചെയ്തിട്ടില്ല എന്ന് വളരെ പ്രകടമാണ്. അല്ല, അത് ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ക്യാമ്പയിൻ സമാജ്വാദി പാർട്ടിക്കെതിരായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസത്തിന് മുമ്പ് ഇവർ സഖ്യം ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ സഖ്യമായതിന്റെ പ്രശ്നം. രണ്ടാമത്തേത് 100 സീറ്റ് കോൺഗ്രസിന് കൊടുത്തപ്പോൾ തന്നെ ഈ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഓർഗനൈസേഷന്റെ തലത്തിൽ കോൺഗ്രസ് പണ്ടേ പരാജയമായിരുന്നു. വ്യക്തം, അത് വളരെ വളരെ പ്രകടമായ ഒരു കണക്ക്. എന്താ വെച്ചാൽ ഞാൻ താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, 17ഓളം സീറ്റിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തമ്മിൽ ഏറ്റുമുട്ടി. മാത്രമല്ല കോൺഗ്രസിന് കിട്ടിയ സീറ്റ് ഒരുപക്ഷെ അതിൽ പറ്റിയ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി സമാജ്വാദി പാർട്ടിക്കുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഒരു പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. അതായത് അവിടെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താലും വേണ്ടില്ല, അവസാനം ഒരുമിച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളത്. പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല. ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിന്റെ അയാളെയൊക്കെ പിന്നോട്ടിരുത്തി. അതായത് അയാളുടെയൊക്കെ ശ്രമങ്ങളൊക്കെ മാറ്റിമറിച്ചു. അവിടെ വേറെ രസറിയില്ല, പ്രശാന്ത് കിഷോറിന്റെ ലെഫ്റ്റനൻസ് ആയിരുന്ന 3 പേരെ അവരെ അമിത്ഷാ പൊക്കിയിരുന്നു, അറിയോ? 187 BJPയുടെ ലീഡ് നില ഉത്തർപ്രദേശിൽ ഉയർന്നിരിക്കുന്നു. ഇപ്പോ അത് 190 മാറിയിരിക്കുന്നു. 190, 45-28 എന്ന നിലയ്ക്ക്, 46-28 എന്ന നിലയ്ക്ക് SP-യും ചന്ദ്രശേഖർ, നമ്മൾ വളരെ വേഗതയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് വലിയൊരു കാത്തിരിപ്പ് വേണ്ടാത്ത രീതിയിൽ 191. അതായത് എന്താണ്, അതായത് 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചിത്രം എന്താണെന്നതിനെ കുറിച്ചുള്ള വളരെ ദ്രുതഗതിയിലുള്ള വേഗതയിലുള്ള കണക്കുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു ലാഗ്, ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ലാഘവത്വം പോലും ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ എല്ലാ കണക്കുകളെയും സാംശീകരിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് നൽകുന്നത്. BJP ഉത്തർപ്രദേശിൽ അധികാരത്തിലേക്ക്, ഉത്തരാഖണ്ഡിലും BJP അധികാരത്തിലേക്ക്, കോൺഗ്രസ് പഞ്ചാബിൽ അധികാരത്തിലേക്ക്, ഗോവയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, മണിപ്പൂരും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിലും എന്താകുമെന്ന് പറയാൻ കഴിയുന്ന ഒരു ട്രെൻഡ് ഇതുവരെ ലഭ്യമല്ല. നമുക്ക് കയ്യിലുള്ള ട്രെൻഡ് പ്രകാരം നമുക്ക് വ്യക്തമായി പ്രവചിക്കാൻ കഴിയുന്ന 3 സംസ്ഥാനങ്ങളാണ്. പഞ്ചാബിൽ കോൺഗ്രസ്, ഉത്തർപ്രദേശിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് BJP, ഉത്തരാഖണ്ഡിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് BJP. ഇതാണ് നമുക്കുള്ള കണക്ക്. ഏതായാലും മോദി നേരിട്ട് തന്നെ രംഗത്തിറങ്ങി അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്താണ് ഉത്തരാഖണ്ഡിൽ നിന്നും ഉണ്ടായത്. അടുത്ത രാഷ്ട്രപതി ആരായിരിക്കും അറിയില്ല, എന്നാലും RSSന് ഒരു കണക്കുണ്ടാവൂലേ? അല്ല, എന്റെ ഒരു വിശ്വാസം ലോക്സഭാ സ്പീക്കർ ഇല്ലേ, സുമിത്ര മഹാജൻ, അവരായിരിക്കും സാധ്യത. അപ്പൊ മുരളി മനോഹർ ജോഷിയോ അദ്വാനിയോ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ്. ഒരു കാരണവശാലും അവരൊക്കെ എഴുതി തള്ളപ്പെട്ടു. അതൊക്കെ നേരത്തെ തന്നെ പോയതാണ്. ഞാൻ ചോദിക്കേണ്ടത്, അതൊക്കെ വേൺ ഔട്ടായി ഒരു ഘട്ടത്തിൽ വാർത്തകളിൽ ഉണ്ടായിരുന്നു. അല്ല, വാർത്തകളിൽ മാത്രം. 75-80 വയസ്സ് കഴിഞ്ഞവരൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ ഒരുപക്ഷെ
എന്താ പറയണ്ടേ, പ്രവചനം എന്ന രീതിയിൽ പറയാവുന്ന ഒരു നിലപാടാണ് KVS എടുത്തിരിക്കുന്നത്. RSSന്റെ മനസ്സും കൂടിയാണ് KVSന്റെ പ്രതിപാദനം വന്നിരിക്കുന്നത്. വേറൊരു സജഷൻ എനിക്ക് തോന്നുന്നു, ഇപ്പൊ രാം നായിക്കിനെ പോലുള്ള ചില ഗവർണർമാരുണ്ട്, നമ്മള് രാം നായിക്കിന് ഈ ഏജ് ഫാക്ടർ ഉണ്ട്. എന്നാൽ പോലും ഒരു സുഷമ സ്വരാജിന്റെ പേരുകളും ചില സമയത്ത് പറഞ്ഞു കേട്ടിരുന്നു, അതും തള്ളപ്പെട്ടു. എന്തായാലും മോഡി സുഷമയെ വെക്കില്ല എന്നുള്ള കാര്യം KVSന് അറിയാം. മാത്രമല്ല സുമിത്ര മഹാജനെ പോലെ ഞാൻ വാക്കുപയോഗിക്കുന്നതിന് ദൈവം വിചാരിക്കും പ്ലയബിൾ ആയിട്ടുള്ള, എന്താ കാരണം വെച്ചാൽ സംഘ് പരിവാറിന്റെ പരിധിയിൽ നിൽക്കുന്ന ജെന്റിൽ ലേഡി, അത് അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ പാർലമെന്റ് ജെന്റിൽ എന്നൊക്കെ വളരെ റിലേറ്റീവ് ആയിട്ടുള്ള പദങ്ങളാണ്. എന്താ കാരണം വെച്ചാൽ ആർക്ക് വേണ്ടി ജെന്റിൽ എന്നുള്ളതാണ് പ്രധാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ്. പക്ഷേ സംഘ് പരിവാറിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ഇനി രാഷ്ട്രപതി. അത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് UPയുടെ മാട്രിക്സ് രാജ്യസഭയുടെ ഘടനയെ കാര്യമായി മാറ്റിമറിക്കും. അതായത് ഉപരാഷ്ട്രപതി വരും, അതിന്റെ പിന്നാലെ ഉപരാഷ്ട്രപതി ഇതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക്. അതായത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇൻവെർട്ടർ കോമ റൈറ്റ് ഫോഴ്സസിന് ഇത്രയും പ്രകടമായിട്ടുള്ള, അതായത് വലതുപക്ഷ ശക്തികൾക്ക് ഇത്രയും പ്രകടമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു അധികാരം ലഭിക്കുന്നു. അതായത് ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിലുള്ള ഒരു സമഗ്രാധിപത്യം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ. ഉത്തർപ്രദേശിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് നൽകുകയാണ്, നോക്കുക. അതെ, ഉത്തർപ്രദേശിൽ BJP 200 മാർക്ക് കടന്നിരിക്കുന്നു. 200 മാർക്ക് കടന്നിരിക്കുന്നു. അതായത് SP കോൺഗ്രസ് സഖ്യത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹാഫ് എ മാർക്ക് 202. പ്രേക്ഷകർ മനസ്സിലാക്കുക, 202 എന്നുള്ള ഹാഫ് എ മാർക്ക്, അതായത് 403 അംഗസഭയിലാണ് ഇത്. അതെ, 403 അംഗസഭയിൽ. ചെറിയ ഫിലിപ്പ്, ഇനി താങ്കൾ പിന്നോട്ട് പോയോ? ഇല്ല, യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുകയല്ലേ. യഥാർത്ഥത്തിലേക്ക് എത്താൻ ഇനി സമയമെടുക്കും. അല്ല, യാഥാർത്ഥ്യ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഇതുവരെയുള്ള അതല്ല, താങ്കൾ യാഥാർത്ഥ്യത്തിലേക്ക് കണക്കൂട്ടൽ നമുക്ക് എപ്പോഴും തെറ്റാമല്ലോ. അല്ല, ആ കണക്കൂട്ടൽ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ചെറിയ പരിധിയിൽ വ്യത്യാസം വന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ കേവല ഭൂരിപക്ഷത്തിന് തുല്യമായ ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന് 204 കേവല ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞിരിക്കണം. 202 മതി. 202 മതി. അതെ, 202. അപ്പം കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് ഉത്തർപ്രദേശ് ആയിരുന്നു. അതായത് ലോകസഭയിലേക്ക് 80 MP-മാരെ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ KVS ഇന്ത്യയുടെ 5-1 എന്ന് പറയാവുന്ന ഒരു ഭൂമികയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, ഈ ഇന്ത്യയുടെ 5-1 നടന്ന ഈ ഭൂമികയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സമഗ്രാധിപത്യമാണ് ഒരുപക്ഷെ അടിവരയിടപ്പെടുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചാബിൽ കോൺഗ്രസിന്റെ വിജയം ചെറുതായി കാണുന്നില്ല, പക്ഷെ പ്രതീക്ഷിച്ച വിജയമാണ്. മാത്രമല്ല, ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം എടുക്കുകയാണെങ്കിൽ UP രാഷ്ട്രീയത്തിന്റെ 10-1 പോലും ഒരു ഊന്നൽ നമുക്ക് പഞ്ചാബിൽ കൊടുക്കാൻ കഴിയില്ല. 290ഓളം സീറ്റുകളുടെ സൂചന വന്നപ്പോഴാണ് 205 സീറ്റുകളും മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി BJP കൈവരിച്ചിരിക്കുന്നത് എന്നതും കൂടി ഉണ്ട്. 54 സീറ്റുകളിൽ മാത്രമാണ് SP മുന്നിട്ട് നിൽക്കുന്നത്. 32 സീറ്റുകളിൽ മാത്രമാണ് BSP മുന്നിട്ട് നിൽക്കുന്നത്. ചന്ദ്രശേഖർ, വളരെ ക്വിക്കായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് സമഗ്രമായൊരു ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ സൂചകങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സമഗ്രമായൊരു ചിത്രമാണ് പീപ്പിൾ TV പ്രദാനം ചെയ്യുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ നമുക്ക് സ്വന്തമായി കിട്ടുന്ന കണക്കുകൾ കൂടിച്ചേർത്തുകൊണ്ട് എല്ലാ കണക്കുകളെയും, അതുപോലെ ദേശീയ ചാനലുകൾ മുമ്പോട്ട് വെക്കുന്ന അംഗസംഖ്യയെ കൂടി സാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഇത് പ്രകാരം UPയിൽ BJP കേവല ഭൂരിപക്ഷന്മാർ കടന്നു. സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ BJPയുടെ ഒരു സ്വീപ്പാണ്. പഞ്ചാബിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. മണിപ്പൂരിലും ഗോവയിലും പറയാൻ കഴിയില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യമാണ് പ്രകടമാകുന്നത്. എങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിശാസൂചിക എന്ന് പറയുന്നത് UP തെരഞ്ഞെടുപ്പാണ്. UPയിൽ മോഡിയുടെ അപ്രമാദിത്വം അടിവരവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ പോകുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ആർജവത്തോടെ, ഗൗരവത്തോടെയാണ് ആ ഫലത്തിന്റെ ഓരോ തലങ്ങളെയും ഞങ്ങൾ
പകർന്നു കൊടുക്കാൻ പോകുന്നത്. ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കുകൾ നമ്മൾ ഒന്നും കൂടി കൊടുക്കുന്നു. ഉത്തർപ്രദേശിൽ ചന്ദ്രശേഖർ 403 സീറ്റിൽ 212 എന്നുള്ള സംഖ്യയിലേക്ക് BJP പോകുന്നു. നമ്മോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ, ഇടതുപക്ഷ ചിന്തകൻ കൂടിയായ ശ്രീ ശ്രീകുമാർ, ഒരു നടൻ കൂടിയാണ്. ശ്രീകുമാർ, മുഖത്തൊരു കരിവാളിപ്പ്, ഒന്ന് അഭിനയിക്കൂ താങ്കൾ. അങ്ങനെയൊന്നുമില്ല. ഇല്ല 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 ഇത് രാഷ്ട്രീയം മനസ്സിലാക്കട്ടെ. ഇവിടെ ഇന്ത്യൻ ജനത മനസ്സിലാക്കാനുള്ള ഒരു പാഠം ചൂണ്ടുവരലാണ്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഇന്ത്യൻ ജനത പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അല്ല, തെറ്റിയിരിക്കുന്നു. ഇവിടത്തെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ പരാജയം അനുഭവിക്കുന്ന പാർട്ടികൾ എന്തുകൊണ്ട് പരാജയം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള രാഷ്ട്രീയം. അച്ഛനും മകനും കൂടെ തെറ്റിയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കരുണാകരനും മുരളിയും കൂടെ തെറ്റിയപ്പോൾ ഉണ്ടായ അനുഭവം നമുക്കറിയില്ലേ. ആളുകൾ വിഡ്ഢിയല്ല. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അച്ഛനും മകനും ഒരു തോന്നുന്ന സമയത്ത് പോവുകയും അച്ഛൻ സജീവമായി വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനെ അനുകൂലിക്കുന്നവർ എവിടെ വോട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നിപ്പോൾ ശിവകുമാർ, മോഡിയുടെ ഒരു വ്യക്തിപ്രഭാവം, മോഡിയുടെ വ്യക്തിപ്രഭാവം അല്ല. ഇന്നിപ്പം BJPക്ക് അല്ലാതെ ഇന്ത്യയിൽ വേറൊരു ശക്തി ഒന്നിച്ച് നിൽക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ കയറുന്ന കയറ്റമാണ്. ഇതിൽ നിന്ന് പാഠം പഠിക്കണം. അടുത്ത ലോക്സഭാ ഇലക്ഷനായിരുന്നാലും ഇതിനായിരുന്നാലും ഈ ഇലക്ഷനിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ഇവിടെയുള്ള മറ്റ് ജനാധിപത്യവാദികളെല്ലാം കൂടെ ഇതിനെതിരെ, ഈ ഫാസിസത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ഒരു ആർജവം കാണിക്കണം. ഇതാണ് ചന്ദ്രശേഖർ ശ്രീകുമാർ. അതെ അതെ, അചഞ്ചലനാണ്. അതായത് ഒരു തരത്തിലും ഒരു ചഞ്ചല ചിത്തനായി മാറുന്നില്ല. താങ്കളുടെ നിശ്ചയദാർഢ്യം ഒരുപക്ഷെ താങ്കൾ ഏതാണ് AKG ആയിട്ട് അഭിനയിച്ചത് വെറുതെ അല്ലാതെ മനസ്സിലായി നമുക്ക്. അതാണ് 215 വളരെ വളരെ പ്രകടമാണ്. ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ലേറ്റസ്റ്റ് പകർന്നു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഈ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കല്ല എങ്കിൽ പോലും ഇതിലൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു ട്രെൻഡിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 215, 202 എന്നുള്ള കണക്ക് വന്നിരുന്നെങ്കിൽ തന്നെ BJPക്ക് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ KVSന്റെ 220 പോലും പ്രവചനമായ 220 മറികടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 300 സീറ്റ് വന്നപ്പോഴാണ് ഏതാണ്ട് 300 സീറ്റ്. അതെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചാണക്കേട് 257 അല്ലെങ്കിൽ ഈവൻ 300 മാർക്ക്, ശ്രീകുമാർ 300 മാർക്കിലേക്ക് വേണമെങ്കിൽ പോകാം. അതിശയിക്കാനൊന്നുമില്ല. എവിടെ വോട്ട് ചെയ്യും, മറ്റുള്ളവർ എവിടെ വോട്ട് ചെയ്യും? നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളിയാഴ്ച ഞങ്ങളെല്ലാം കൂടെ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി എന്നുകൊണ്ട് 2 പയ്യന്മാർ ടാറ്റ അടിച്ചു കഴിഞ്ഞാൽ വീണു പോകുന്നവരാണ് ഇന്ത്യൻ ജാഥ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇല്ല അല്ലേ? അതേസമയം അവിടെ ആ പയ്യന്മാരുടെ നടുക്ക് നിയന്ത്രിക്കാൻ മുലായം സിംഗ് അവിടെ നിന്നിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. എന്തായാലും ശ്രീകുമാറിന്റെ സാന്നിധ്യം നമ്മുടെ ചർച്ചയ്ക്ക് ഒരു എന്താ പറയണ്ട ഒരു പ്രകടമായൊരു ദിശാബോധം തരികയാണ്. ഇതാ ഉത്തരാഖണ്ഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡിൽ. BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് യുപിയുടെ അനുബന്ധമായി കാണാൻ കഴിയുന്ന, പക്ഷേ ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ച ഉത്തരാഖണ്ഡിൽ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ നടന്ന, അതായത് ആയാറാം ഗായാറാം രാഷ്ട്രീയത്തിന്റെ ഒരു കളിത്തൊട്ടിലായിട്ട് മാറിയ ഉത്തരാഖണ്ഡിൽ BJP പ്രകടമായിട്ടുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചിരിക്കുന്നു. പ്രകടമായ ഒരു മേൽക്കോയ്മ. ശിവകുമാർ, ഇതാ ആ ഭൂമിക മുഴുവൻ BJPയിലേക്ക് വന്നിരിക്കുന്നു. സാഫ്രൻ ബെൽറ്റ്. അത് കേരളത്തിനെ ബാധിച്ചതല്ലേ ഇന്നലത്തെ രാഷ്ട്രീയ നാടകം? ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോഴത്തേക്ക് തന്നെ കോൺഗ്രസ് എങ്ങോട്ട് പോകണമെന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ ഫലമാണ് KPCC പ്രസിഡന്റിന്റെ രാജി വരെ ചെന്ന് എത്തിയത്. ചെറിയ ഇത് ഈ ഫലം സുധീരൻ നേരത്തെ മുന്നിൽ കണ്ടിരുന്നു, മനസ്സിലാക്കി. സുധീരന്റെ മനസാക്ഷിയുടെ ഒരു പകുതി ഇപ്പോഴും ചെറിയാന്റെ കക്ഷത്തിലാണ്. സുഹൃത്താന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രീയം നിങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമില്ലേ? ബുദ്ധിമാനാണ്. അല്ല, നിങ്ങൾ തമ്മിൽ ഒരു സെക്കൻഡ്, നിങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമില്ലേ? മനപ്പൊരുത്തം ഏകീകരണമായിട്ടുണ്ടല്ലോ. അല്ല, സുധീരന് മാത്രമല്ലോ. സുധീരനോട് ഉണ്ടല്ലോ. അല്ല, സുധീരൻ നമ്മുടെ പഴയ നേതാവാണ്, പഴയ സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്താണ്. നിങ്ങൾ തമ്മിൽ ആശയ സുഹൃത്തുക്കൾ നല്ല ആശയം. അപ്പോൾ ഈ ഒരു തോൽവി മുന്നോട്ട് കണ്ടിരുന്നോ എന്നിപ്പോൾ ഉറപ്പായിരിക്കല്ലേ? അതെ, അതായത് ശ്രീ VM സുധീരൻ നിലനിൽക്കുന്നത് രാഹുലിന്റെ ഒരു പിടിയിലാണ്. ആ രാഹുൽ വീണാ പിന്നെ സുധീരൻ രാഹുലിന്റെ ചാർജ് ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ സുധീരൻ നിൽക്കാൻ കഴിയില്ല. KVS, ഇത് സുധീരൻ മുന്നിൽ കണ്ടതാണോ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ സുധീരന്റെ രാജി തെരഞ്ഞെടുപ്പ് തോൽവിയൊക്കെ ബാധകമായിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഉമ്മൻചാണ്ടിക്ക് രാഹുൽ ഗാന്ധി കൊടുത്ത ഉറപ്പല്ലേ? ഓക്കെ, നമ്മൾ തിരിച്ചു വരാം. അത് വളരെ പ്രധാനപ്പെട്ട സൂചകങ്ങളിലേക്ക് പോകുന്നു. ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ ഇനി മറ്റ് പ്രവചനങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ BJPയുടെ
വ്യക്തമായിട്ടൊരു മേൽക്കോയ്മ. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJP സ്വന്തം നിലയ്ക്ക് UP-യിൽ അധികാരം എത്രയോ കാലഘട്ടത്തിന് ശേഷം ഒരു ഒന്നര വ്യാഴവട്ടത്തിന് ശേഷം BJP അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയായിട്ടുള്ള BJP-ക്ക് ഒരുപക്ഷെ അവർ മാറ്റിവെച്ചിരിക്കുന്ന നിലപാടുകളും അതുപോലെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുന്ന പരിഷ്കാരങ്ങളൊക്കെ പുനർജീവിപ്പിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ശ്രീകുമാർ UP-യിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യം, ഇന്ത്യൻ ജനത ഇതോടുകൂടി പഠിക്കും. ഇനിയിപ്പം BJP-ക്കാർ കൊണ്ടുവരാൻ പോകുന്നു, അത് പ്രധാനമായിട്ട് കേരളം തന്നെ എടുത്താൽ മതി. ഒരു MLA മാത്രം വെച്ചുകൊണ്ട് വളരെ ശക്തമല്ലാത്ത ഒരു പാർട്ടി ഇവിടെ കാണിക്കുന്ന ബഹളങ്ങളും ഇവിടെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും ഏത് ദിശയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വരണം രാഷ്ട്രീയ പാർട്ടി. ഇതിന്റെ ആക്സിലേറ്ററും ക്ലച്ചൊക്കെ KVS-ന്റെ കയ്യിലാണ്. KVS പറയൂ. അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഇപ്പൊ BJP-ക്ക് ഒരു UP-യിൽ ഒരു എന്താ പറയാ അപ്രമാദിത്യം കിട്ടിയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ അതിന്റെ ബലം കൂടുതലല്ലേ ചെയ്യുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഇന്ന് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇല്ലേ, ഒരു ബില്ല് പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് ഗവൺമെന്റ് വ്യക്തമായി. ചന്ദ്രശേഖർ വളരെ 222 എത്തിയിരിക്കുന്നു. BJP-യുടെ ലീഡ് നില 222. അത് 227 വരെ വിവിധ ചാനലുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ KVS പറഞ്ഞ 220 എന്ന മാർക്കും കടന്ന് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായ UP-യില് BJP ജയിക്കുന്നതോടെ സാധ്യമാകുന്ന 2-3 സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഈ സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ശ്രീ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ വിജയമായിട്ട് വേണം UP-യിലെ BJP വിജയത്തെ. പ്രഭാവത്തോടൊപ്പം തന്നെ വർഗീയ കാർഡ് ഇറങ്ങി. അതെ, ഓക്കെ. അത് കാർഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹർ ഹർ മഹാദേവ് ഒന്നല്ല, KVS നിരവധി ഹർ ഹർ മഹാദേവ് ആയിരുന്നു മറ്റേ വാരണാസിക്ക് ശേഷമുള്ള ആദ്യത്തെ സംഭവം. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി എന്തുകൊണ്ട് ദീപാവലിക്കില്ല, എന്തുകൊണ്ട് ഖബറിസ്ഥാൻ പോലെ ശ്മശാനമില്ല, അങ്ങനെ ഓക്കെ. എനിവേ അതൊക്കെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണെങ്കിൽ പോലും പക്ഷെ നമ്മളിപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല, സംഭവിച്ച ശേഷം എന്ത് സംഭവിക്കുന്നു അതാണ്. UP-യിൽ BJP വിജയിക്കുന്നതോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യം KVS പ്രവചിച്ചതുപോലെ ഒരുപക്ഷെ ഈ ഫ്ലോറിലായിരിക്കും ആദ്യമായിട്ട് അടുത്ത രാഷ്ട്രപതിയെ പ്രവചിച്ചിരിക്കുന്നത്. അതായത് KVS പ്രവചിച്ചതുപോലെ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള സുമിത്ര മഹാജൻ രാഷ്ട്രപതിയാകുന്നു. മാത്രമല്ല ഹമീദ് അൻസാരിക്ക് പകരം BJP-യുടെ ഒരു നേതാവ് ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ ചെയർമാനുമാകുന്നു. രാജ്യസഭയിൽ ഭൂരിപക്ഷം വരുന്നു. ഇതുവരെ തടയപ്പെട്ടിരുന്ന പല ബില്ലുകളും വരുന്നു. മാത്രമല്ല ഒരു ഹിന്ദുത്വ അജണ്ട ഇൻവേർട്ടർ കോമ, അതിനെക്കുറിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാകാം എങ്കിൽ പോലും ഒരു ആങ്കർ എന്നതിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഹിന്ദുത്വ അജണ്ട ഒരുപക്ഷെ കുറച്ചും കൂടി അങ്ങനെ വന്നാൽ ലോക്സഭ ഇലക്ഷൻ ജയിക്കുന്നതാണ്. ലോക്സഭ ഇലക്ഷൻ ജയിക്കുന്നതാണ് പറയുന്നത്. അല്ല, ഇതൊക്കെ നടത്തിയിട്ടാണല്ലോ ഇപ്പൊ UP-യിൽ ജയിച്ചത്. അല്ല, അതായിരിക്കാം. പക്ഷേ ഇനി മോഡിയുടെ അഹങ്കാരം കൂടും. എല്ലാ കളി എന്നും വിജയിക്കില്ല. അതുകൊണ്ട് ചെറിയാന്റെ പ്രവചനമാണ് മോഡിയുടെ അഹങ്കാരം കൂടുന്നത്. അരുവിക്കര ഇലക്ഷൻ വരെ ഉമ്മൻചാണ്ട് അഹങ്കാരമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് CPM മനസ്സിലായത് എന്താണ് ഉമ്മൻചാണ്ട കളിയെന്ന്. കളിയെ മാറി തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ BJP വിരുദ്ധ കക്ഷികൾക്ക് കളിക്കാനുള്ള തട്ടകമാണ്. ശിവകുമാർ ഇതാണോ? അല്ല, എനിക്ക് അതിനകത്തൊരു തിരുത്തുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ എവിടെയും കയറിയിട്ട് വ്യക്തിപ്രഭാവം കണ്ടിട്ട് പോയാൽ പോരാ, അവർ ഏകോപിപ്പിച്ച് നിൽക്കണം. ഇവിടുത്തെ മുസ്ലിം ഇപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവിടുത്തെ മുസ്ലിം ലീഗ് അടക്കം ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ആരുടെ കൂടെ നിന്നാലാണ് BJP-യെ പിടിച്ചു കെട്ടാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കണം. കേരളത്തിലും ബംഗാളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ ലെവലിൽ ഇത്രയും ഭീകരമായ ആർത്തട്ടഹസിച്ചുകൊണ്ട് ഒതുക്കാൻ നടക്കുന്നുവെങ്കിൽ BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കണം. ആരാണ് BJP-യുടെ ശത്രു എന്ന് അവർ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസിനെ പറ്റി അവർ എന്തോന്ന് മുഴക്കുന്നു ഇവിടെ. ഒന്നുകൂടി തിരിച്ചു വരുന്നു, നമ്മൾ UP-യിലേക്ക് തിരിച്ചു വരുന്നു. അത് പക്ഷേ സമാജ്വാദി പാർട്ടി നിഷ്പ്രഭമായിരിക്കുന്നു ചന്ദ്രശേഖർ. അതായത് BJP 236 സംഖ്യയിലേക്ക് പോകുന്നു. BSP 27, SP കോൺഗ്രസ് സഖ്യം 69. ഒരുപക്ഷെ ഒരു മാന്യമായ പ്രതിപക്ഷത്തിന്റെ പദവി പോലും അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യത്തിന് കിട്ടുന്നില്ല. 3-1. മാത്രമല്ല UP-യുടെ അതായത് വെസ്റ്റേൺ, ബുന്ദൽഖണ്ഡ്, മധ്യ UP, കിഴക്കൻ UP 4 ഭൂപ്രദേശങ്ങളിലും ഒരുപോലെ BJP
മുന്നേറുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല പണ്ട് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡിലും BJPയുടെ കറക്കളഞ്ഞ മാപ്പ് കാണിക്കും. ഓക്കെ, നമ്മൾ ഒന്നും കൂടി തിരിച്ച് നമുക്ക് വരാൻ വേണമെങ്കിൽ UPയുടെ മാപ്പിലേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് UPയുടെ ഒരു ചിത്രം കാണിച്ചിട്ട് എങ്ങനെയായിരിക്കും ഒരുപക്ഷെ അവിടെ ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയ ചിത്രമെന്ന് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് കൂടി ഒന്നും കൂടി ക്യുക്കായിട്ട് പോകണം. എന്താ കാരണം ഇടയ്ക്കൊരു ജാഗ്രതപ്പെടൽ നമുക്ക് വേണം. നമ്മുടെ ഈ നെക്ക് ബ്രേക്ക് സ്പീഡിലുള്ള പോക്കിനിടയിൽ എന്താണ് ഔദ്യോഗിക ഏജൻസി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന നോക്കുക. ഓക്കെ, ഉത്തർപ്രദേശ് 185 പ്രകടമായി അതായത് 294, അതായത് പിന്നെ 4-ൽ 3 അല്ലേ ചന്ദ്രശേഖരൻ? 4-ൽ 3 ഹാഫ് വേ മാർക്കിലേക്ക് എത്തുന്നേ ഉള്ളൂ. 4-ൽ 3 വന്നിട്ടുള്ളൂ. 4-ൽ 3 രാജ്നാഥ് സിംഗ് പറഞ്ഞതോ 185. രാജ്നാഥ് സിംഗ് പറഞ്ഞില്ലേ ഇത്രയും സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ ഇടയ്ക്ക് ഒരു പ്രസ്താവന ഉണ്ടാക്കിയിരുന്നല്ലോ. ശിവമാരെ കിട്ടില്ല എന്ന് പറഞ്ഞ് കൂടുതൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ? പക്ഷെ ആ രാഷ്ട്രീയം എവിടെ പോയി? രാജ്നാഥ് ഇതാ സിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് 300 സീറ്റില് 158, അതായത് 67 സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ചുരുങ്ങിക്കുന്നു. അതിനർത്ഥം കോൺഗ്രസിന് ഒരു 15 സീറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും കോൺഗ്രസിന് 10 താഴെയായിരിക്കും. പോരാ KVS? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ആണോ? കുറച്ചുകൂടി ഒരു ദയ കാണിക്കും. അല്ല, എനിക്ക് നമ്മുടെ ഒരു ഓക്കെ, അതായത് BSP 36 സീറ്റ് കൊടുക്കണ്ട, ദയ കൊടുക്ക്. അതെ, 36. ഇനി നമ്മൾ പഞ്ചാബിലേക്ക് വരുന്നു. പഞ്ചാബിലാണ് സെയ്ദ് അലവി തന്നെ എനിക്ക് പിടിക്കേണ്ട കാര്യമുണ്ട്. ഈ സെയ്ദ് അലവി തൊപ്പിയും വെച്ചിരിക്കുന്നത്, അതായത് ഈ ആം ആദ്മി പാർട്ടി അവിടെ പഞ്ചാബ് ജയിക്കുന്നു വിചാരിച്ചിട്ടാണ് തൊപ്പി വീറോ സെയ്ദ് അലവി. അതായത് സെയ്ദ് അലവി ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? പഞ്ചാബില് ഇപ്പൊ ഇത്രത്തോളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ആം ആദ്മി പാർട്ടി 2 വർഷം മുമ്പ് എന്തായിരുന്നു ആം ആദ്മി പാർട്ടിയെ കുറിച്ചുള്ള രൂപീകൃതമായ സമയത്ത് 2012 പാർട്ടി രൂപീകൃതമായ സമയത്ത് സാറൊക്കെ ഈ മേഖലയിലുള്ള ആളുകളായിരുന്നില്ലേ? എന്തായിരുന്നു ആ സമയത്ത്? അതായത് സെയ്ദ് അലവി സെയ്ദ് അലവിക്ക് രാഷ്ട്രീയ പാരമ്പര്യം കുറവാണെങ്കിലും മെയ്വഴക്കത്തിൽ എല്ലാരെയും കടത്തിവിട്ടിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇവിടെ വന്നിരിക്കുമ്പോ എന്താ പറയുക, കണ്ടോ നോക്കിക്കോളാനാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ അതിനെന്താ കുഴപ്പം ചോദിക്കുന്നത്? അതായത് അല്ല, എന്റെ ചോദ്യം അതല്ല. സെയ്ദ് അലവി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 MPമാരും 30+ വോട്ട് പെർസെന്റേജും വെച്ച്, അതായത് കോൺഗ്രസിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ ഫോഴ്സ് ആയിട്ട് അവിടെ ആം ആദ്മി പാർട്ടി എമർജ് ചെയ്തിരുന്നു. ഇപ്പോൾ നടന്ന എക്സിറ്റ് പോളുകളിലൊക്കെ ഒരുപക്ഷെ പല എക്സിറ്റ് പോളുകളിലും ആം ആദ്മി പാർട്ടി ജയിക്കുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു. അതാണ് ആ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെയ്ദ് അലവി ധൈര്യസമേതം വന്നിരുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇതുപോലുള്ള ചാനലുകളിൽ വന്നിരുന്നിട്ടുണ്ടല്ലോ. ഇതുപോലുള്ള ഒന്നും കൂടി കാണിച്ചു തരാം. അതായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാർ? അല്ല, ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ? നമ്മൾ ചോദിക്കാൻ വേണ്ടി നമ്മളോട് നിൽക്കുന്നത് 2012 ഈ പാർട്ടി നിലവിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഈ പ്രതീക്ഷ. ചോദ്യം വേണമെങ്കിൽ താങ്കൾക്ക് ചെറിയാൻ ഫിലിപ്പിനോടും KVSനോടും ശ്രീകുമാറോടും ചോദിക്കാം. ചോദിക്കൂ, എന്താ ചോദിക്കാം? 2012 ഈ പാർട്ടി രൂപീകൃതമാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വളർച്ച നമ്മൾ എത്ര പേര് മുൻകൂട്ടി കണ്ടിരുന്നു? KVS, നിങ്ങൾ മുന്നിൽ കണ്ടിരുന്നോ? ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇൻവെർട്ടർ കോമ കേജ്രിവാൾ എന്നുള്ള രാഷ്ട്രീയ നേതാവിൽ നിന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബില് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ഒരു വിഭാഗം കോൺഗ്രസിന് പോലും വോട്ട് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് ഇപ്പം പറയുന്നതല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് കുറേം കൂടി പ്രശ്നമാണ്. കോൺഗ്രസ് ആണ് മാനേജ് ചെയ്യാം, മാനേജബിൾ ആണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒന്നും വലിയ അഴിമതിക്ക് പറയാൻ പോവില്ല. ഇവരെല്ലാം ഒരു കടത്തിൽപ്പെടുന്നതാണ്. അപ്പം എനിവേ നമ്മളൊന്നും കൂടി തിരിച്ചു വരുന്നു. പഞ്ചാബില് ഹാഫ് വേ മാർക്ക് കടക്കൻ 59 ഹാഫ് വേ മാർക്ക് അല്ലേ? 59, 54 എത്തിക്കുന്നു. അതായത് സെയ്ദ് അലവി ആം ആദ്മി പാർട്ടി ശുഷ്കമായിരുന്നു. അത് മാത്രമല്ല നോക്ക്, അതായത് ശിരോമണി അകാരത്തിൽ ഒരു 5 or 6 സീറ്റിലേക്ക് ചുരുങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 13 എത്തി. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇനി ഈ ഒരു താഴേക്കുള്ള പോക്ക് ആം ആദ്മി പാർട്ടിയുടെ അസ്തമനത്തിലേക്ക് വേണം വഴിവെച്ചേക്കാം. അല്ല സാർ, ഈ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടി താഴോട്ട് വരുന്നുണ്ടെങ്കിൽ സാറ് പറയുന്ന ഒരു ഫാക്ടർ അതിലുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസിന് BJPയുടെ ഒരു വിഭാഗം വോട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവരാരെയാണ് ഭയപ്പെടുന്നത് എന്നത് വളരെ കൃത്യമല്ല. എനിക്കറിയായിരുന്നു സെയ്ദ് അലവിക്ക് രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് വേണമെന്ന് എനിക്കറിയായിരുന്നു. അത് ഞാൻ കൊടുത്തു. ആം ആദ്മി പാർട്ടി കേജ്രിവാൾ അല്ലാതെ മറ്റൊരു നേതാവില്ല പഞ്ചാബിൽ. അല്ല, മാത്രമല്ല വേറൊരു നേതാവിനെ കേജ്രിവാൾ വാഴിക്കില്ല.
പഞ്ചാബിൽ ഒരു നേതാവില്ല. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരൊക്കെ അരിഞ്ഞു കളഞ്ഞു. യോഗേന്ദ്ര യാദവ് ഒക്കെ പോയില്ലേ? അതെ, രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ വിഭാഗീയത ഉണ്ടായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എവിടെയാണ് സാർ ഉണ്ടായത്? പ്രശാന്ത് ഭൂഷണൊക്കെ എവിടെ പോയി സാർ? യോഗേന്ദ്ര യോഗേന്ദ്ര യാദവ് എവിടെ പോയി? വിഭാഗീയതയായിട്ട് പ്രശാന്ത് ഭൂഷണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. യോഗേന്ദ്ര യാദവ് അതെ, വിഭാഗീയതയുടെ പ്രയോഗമല്ലേ ഒരു വർഷത്തിനുള്ളിൽ സേതൽവി 2 പ്രബലമായ നേതാക്കളെ പുറത്തുവിട്ടു. ശിവകുമാർ, ഇതെന്താണ് സേതൽവി? ഞാനിപ്പോ അവിടെ ഒരു സംയമനം പാലിക്കുന്നത്, ഈ സമയത്ത് ഇവരെ എല്ലാം നമ്മൾ അടിക്കേണ്ടത്, ഇവര് നമ്മുടെ കൂടെ വരേണ്ടതാണ്. അപ്പൊ അവരെ എനിക്ക് ഉള്ളൊറ്റ കാര്യമുള്ളൂ. അതായത് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് സേതൽവി പറഞ്ഞിരുന്നു, ആം ആദ്മി പാർട്ടി പിന്നെ പഞ്ചാബിൽ അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഞാൻ തൊപ്പി ഊരിയിട്ടേ പോകുന്നുള്ളത്. ആ തൊപ്പി ഒന്ന് ഊരിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഒരിക്കലും ഊരില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചെറിയാനോട് പറഞ്ഞ് ഞാൻ കേട്ടല്ലോ. ഒറ്റ കഴിയുമ്പോഴാണ് തൊപ്പി ഇടുന്നത്. തൊപ്പി ഇടുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ചു നമ്മുടെ കണക്ക് പ്രകാരം BJP ഉത്തർപ്രദേശിൽ 246 സീറ്റിലേക്ക് 250യിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. 250 എന്നുള്ള ഫിഗറിലേക്ക് വൈകാതെ എത്തും. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കല്ല, ഇത് ഞങ്ങൾ സാംശീകരിക്കുന്ന, ഞങ്ങൾ ശേഖരിക്കുന്ന കണക്കുകൾ അനുസരിച്ചുള്ള അപഗ്രഥനമാണ്. ഇനി ഏതാണ്ട് 50 സീറ്റുകളുടെ കൂടി ലീഡ് നില വരാനുണ്ട്. ഈ തോതിൽ അതിന്റെ ഷെയർ കിട്ടുകയാണെങ്കിൽ 300ന്റെ താഴെ ചെന്ന് നിൽക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും BJP എന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പ്രവചിക്കാത്ത ഒരു നിലയിലേക്കാണ് BJPയുടെ ഈ സീറ്റ് നേട്ടം, ലീഡ് നില നേട്ടം അവിടെ ഉയർന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായി മാറേണ്ടത് എന്ന് തോന്നുന്നു. ഇത് ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, BJPയുടെ മുന്നോട്ട് പോക്ക് ഇനി എങ്ങനെയായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ടീം കൺട്രോൾ റൂമിൽ എന്നുള്ള നമ്മുടെ ടീം BJPയുടെ വിജയം KVSന് സന്തോഷിക്കാൻ വരുന്ന രീതിയിൽ തന്നെ നമ്മളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് നരേന്ദ്രമോദിയുടെ ഒരു വിജയക്കുതിപ്പിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ വാളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാരിക്കേച്ചർ. അതായത് നോക്കുക, നരേന്ദ്രമോദി ബഹുദൂരം മുമ്പോട്ട് പോയിരിക്കുന്നത്. ഏത് മേക്കാണിത്, ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലംബോഗിനിയൊക്കെ പോകുന്ന അതേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും BSPയും നിഷ്പ്രഭമായിരിക്കുന്നു. UP രാഷ്ട്രീയത്തിൽ നോക്കുക, 252 എന്നുള്ള ഒരു വലിയ ഒരു സംഖ്യ കരകസ്ഥമാക്കിക്കൊണ്ടുള്ള BJPയുടെ ജൈത്രയാത്രയാണ് UPയിൽ നടക്കുന്നത്. നോക്കുക, അടുത്ത ഉത്തരാഖണ്ഡ്. അതായത് 36 എന്നുള്ള ഹാഫ് വേ മാർക്ക് കടന്ന് 39ലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് തരിശായിരിക്കുന്നു അവിടെ 11ലേക്ക്. ശിവകുമാർ, രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്തായിരിക്കും? താങ്കൾ പ്രവചനത്തിലും മോശക്കാരനല്ലല്ലോ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആള് ഇന്ത്യയിലെ നേതൃത്വം വഹിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ആളാണെന്ന് എത്രയോ നാളായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പാഠം കൂടെയാണ്. അത് അവിടുന്ന് മാറി കോൺഗ്രസ് ചിന്തിക്കുകയും, എന്താ ഓപ്ഷൻ കോൺഗ്രസിന് പ്രധാനമായിട്ടും കുടുംബവാഴ്ചയിൽ നിന്നും മോചിതരാവണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പുരോഗമനപരമായിട്ടുള്ള ഇപ്പം AAP ആയിരുന്നാലും ശരി തന്നെ, ഇടതുപക്ഷമായിരുന്നാലും ശരി, ഇവരോടൊക്കെ ഉള്ള മനോഭാവം മാറണം. ഇവിടെ ഒരു പൊതുശത്രു എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ വ്യക്താക്കളായി വരുന്നത് ആരാണോ അവരാണ്. ഉത്തരാഖണ്ഡിലെ പരാജയം ഹരീഷ് റാവത്തിന്റെ പരാജയമായിട്ടല്ല, രാഹുൽ ഗാന്ധിയുടെ പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യയിലെ മുഴുവൻ കേന്ദ്രത്തിന്റെ അതാണ് നിങ്ങൾ വ്യക്തമായ രാഷ്ട്രീയത്തിനെ ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഇന്നലത്തെ സുധീരൻ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ആള് നമ്മോടൊപ്പം നമ്മുടെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ലോകസഭയിലെ മുതിർന്ന കോൺഗ്രസ് അംഗം പ്രൊഫസർ KV തോമസ് ഉണ്ട്. തോമസ് മാഷെ, സ്വാഗതം ചർച്ചയിലേക്ക്. ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആയേക്കും. തോമസ് മാഷെ, കേൾക്കാവോ? താങ്കൾക്ക് നിരാശ ഉളവാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് UPയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്? തോമസ് മാഷ് ഡൽഹിയിലാണ്, ഒരുപക്ഷെ നമ്മുടെ കണക്ഷൻ കൊച്ചിയിലാണ് ഉള്ളത്. കണക്ഷൻ ശരിയാകുമ്പോഴേക്കും അദ്ദേഹത്തിലേക്ക് വരാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു റിയാക്ഷൻ വളരെ പ്രകടമാണ്. എന്താ കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ മോഡിൽ മതലം കൂട്ടുന്ന രീതിയിലാണ് ശ്രീകുമാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു
ചെറിയാനൊക്കെ ആണെങ്കിൽ പണ്ടാണ് കുറച്ച് സഹായിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കൈ സഹായം കൊടുക്കുന്നില്ല. ഒരു കൈ സഹായം കൊടുക്കില്ല. ആവശ്യമില്ല. ദുർബല വിഭാഗങ്ങളുടെ ഒപ്പം ഇപ്പോഴും ചെറിയാർ ഉണ്ടായിരുന്നു, പക്ഷെ ഇക്കുറി ഉണ്ടാകാൻ സാധ്യതയില്ല. ദുർബല വിഭാഗം താഴെ അങ്ങ് വീട് പോയാൽ പിന്നെ നമ്മൾ കൈ പിടിച്ചാലും ഉയരത്തില്ല. നമ്മളും കൂടി താഴോട്ട് ഇതാ ഗോവയില് മുഖ്യമന്ത്രി, ഇത് KVS ഒരു അപ്സെറ്റ് എന്ന് പറയുന്ന ഇതാണ്. അതായത് മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ അവിടെ തോറ്റിരിക്കുന്നു. ഒരു മേജർ സെറ്റ് ബാക്ക് ആണ്. എനിക്കൊന്ന് BJPയുടെ കണക്കുകൂട്ടലിൽ പിഴച്ചത് ഗോവയിലാണ്. ഗോവയിൽ ഉറപ്പായിട്ടും BJP അധികാരത്തിൽ വരുമെന്ന് BJP അവകാശപ്പെട്ടത്. മാത്രമല്ല തോമസ് മാഷ് ഒരിക്കൽ കൂടി തോമസ് മാഷ് UP-യിൽ നിന്ന് വരുന്ന വാർത്തകള് സ്വീകരിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞോളൂ മാഷ്. ഹലോ. UP-യിലെ വാർത്തകൾ BJPക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അവിടെ കോൺഗ്രസ് SP സഖ്യത്തിന് വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ജനവിധി എക്കാലത്തും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ മൊത്തം അനാലിസിസ് നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വഴി നടത്തിയാൽ മാത്രമേ അവസാനം പറയാൻ കഴിയൂ. കാരണം അവിടെ കോൺഗ്രസേതര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് SP കോൺഗ്രസ് സഖ്യവും BSPയും അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, ഇതെല്ലാം നമുക്ക് പഠിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ UP-യെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നല്ല വിജയം തന്നെയാണ്. തോമസ് പക്ഷേ ഇത് ഒരുപക്ഷെ ഒരു ഇനീഷ്യലായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കുമ്പോൾ, തോമസ് മാഷെ പോലെ സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് പ്രതികരിക്കുമ്പോൾ ഈ രീതിയിൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മാഷ് ചിന്തിക്കേണ്ടത് ഇത് താങ്കളൊരു ലോക്സഭ MP ആണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ SP-ക്കും കോൺഗ്രസിനും ചുവട് പിഴയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി പിഴയ്ക്കുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ, കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാവുന്ന ചലനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിൽ വരുത്താവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? ഒരു അനാലിസിസിന് കാത്തു നിൽക്കാൻ പാടുണ്ടോ? അല്ല, തീർച്ചയായും ഇത് നമുക്ക് അനലൈസ് ചെയ്യണം. കാരണം BJP-എതിരെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ UP-യിൽ കണ്ട ഒരു കാഴ്ച, ഒരു ഭാഗത്ത് BJP തനിച്ച്, BJP-യുടെ എല്ലാ ശക്തികളും, പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഏതാണ്ട് ഫുൾ ടൈം പോലെ UP-യിൽ അവർ പ്രവർത്തിച്ചു. അവരുടെ മെഷീനറി മുന്നോട്ട് പോയി. അതുമാത്രമല്ല, അവർ സീറ്റ് കൊടുത്തപ്പോൾ ഒറ്റ മുസ്ലിംസിനും കൊടുത്തില്ല. ഒരു വർഗീയത വാർത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, വർഗീയ വികാരങ്ങൾ. അത് എത്രമാത്രം രാജ്യത്തിന് ഗുണകരമാണല്ലോ, അതാണ് നമ്മൾ അത് അനലൈസ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യമുള്ളത്, BJP-യുടെ മുന്നോട്ടുള്ള ആ പ്രയാണം തടയണമെങ്കിൽ BJP-യെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതാണ് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. തോമസ് മാഷെ, 2-3 കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ പല ആൾക്കാർ പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ഇനി കോൺഗ്രസിനെ ഒരു ഇഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ആ നേതൃത്വം പരീക്ഷിച്ച് പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബവാഴ്ചയിൽ നിന്ന് കോൺഗ്രസിനെ മോചിപ്പിച്ചിട്ട് അതിനെ ജനാധിപത്യവൽക്കരിച്ചാൽ മാത്രമേ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയിലേക്ക് താങ്കൾ കൂടി മുമ്പോട്ട് പോകേണ്ടതല്ലേ? അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അങ്ങനെ ഒരു ചർച്ച വരില്ലേ? അതിലേക്കൊന്നും അതൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനമായി, കോൺഗ്രസ് ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആർക്കും തള്ളിക്കളയാവുന്നൊരു പാർട്ടിയല്ല. ഏറ്റവും മുമ്പിൽ BJP-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് ദേശീയ തലത്തിൽ. അപ്പോൾ അതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എന്നും നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പാർട്ടിയെ നയിക്കാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്, യാതൊരു സംശയ കാര്യത്തില്ല. പക്ഷേ UP-യിലെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായ റിസൾട്ട് വന്നു എന്ന യാഥാർത്ഥ്യം. പക്ഷെ അതെങ്ങനെ ഉണ്ടായി, അവിടെ ഉണ്ടായ വോട്ട് എങ്ങനെയാണ് പങ്കുവെക്കപ്പെട്ടത്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടല്ലേ നമുക്ക് ഒരു രാഷ്ട്രീയ അനാലിസിസ് നടത്താൻ പറ്റൂ. പക്ഷേ ഒരു അനാലിസിസിന്റെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ ഒരുപക്ഷെ ചെറിയൊരു തോൽവി കോൺഗ്രസിനും SP-ക്കും സംഭവിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അതല്ലെങ്കിൽ ഒരു UP-യിൽ ഒരു ഹങ് നിയമസഭ വന്നിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അല്ലെങ്കിൽ BJP-ക്ക് ഒരു കേവല ഭൂരിപക്ഷം മാത്രം വന്നിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇതൊരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോകുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം താങ്കളുടെ സഹപ്രവർത്തകനായിരുന്ന, എക്സ് കൊളീഗായിരുന്ന
ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ, ചെറിയാൻ ഫിലിപ്പ് ഇവിടെ ഇരിപ്പുണ്ട് സ്റ്റുഡിയോയിൽ, അദ്ദേഹം ആണയിട്ട് പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ ഇനി ഒരു ഇഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ചെറിയാൻ ഫിലിപ്പിന് കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള സതുദ്ദേശ മനസ്സുകൾ പറയുമ്പോൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലേ ഇത്? അല്ല, ഈ സന്ദർഭം അതല്ല. ഈ സന്ദർഭം നമ്മൾ ഇതെല്ലാം നമ്മൾ കാണുന്നു മാറ്റങ്ങൾ. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിൽ പഞ്ചാബിലും ഗോവയിലും കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അധികാരത്തിലേക്ക് കടന്നു വരുന്നു. മറ്റ് 3 സ്റ്റേറ്റിലാണ് പ്രശ്നങ്ങളുള്ളത്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ രാജ്യത്തെ കോൺഗ്രസേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനം BJP യോടുള്ളത്? അത് വ്യക്തമായ സമീപനം അവർക്ക് എടുക്കാൻ കഴിയണം. എടുക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ തലത്തിൽ ഈ ഹിന്ദു വർഗീയത വളർത്തിയെടുത്ത് ചിലപ്പോൾ വോട്ട് കിട്ടിയേക്കും. വോട്ട് കിട്ടുന്നത് മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, വോട്ടും അധികാരവും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും അത് സംരക്ഷിക്കാൻ കഴിയണം. അത് ഏതെങ്കിലും ഒരു വർഗീയ വികാരങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും പാർട്ടി താൽക്കാലികമായി മെച്ചം ഉണ്ടായാൽ പോലും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ, വർഗീയത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് എങ്ങനെ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാൻ കഴിയും? അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആലോചിക്കേണ്ടത്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. ഒരുപക്ഷെ KVS ഹരിദാസ് പിന്നെ BJP-യുടെ ഒരു ഐഡലോഗാണ്, സംഘ് പരിവാറിന്റെ ഒരു വ്യക്തിയാണ്, സംഘ് പരിവാറിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് KVS ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യാഘാതം, ഒരു നാഷണൽ ഇമ്പോർട്ടൻസ്, സ്വാധീനം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലെ ഭൂരിപക്ഷം, ഒരുപാട് കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ താങ്കളുടെ മനസ്സിലുണ്ടാകാം. ആ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപക്ഷെ KVS-ന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. KVS ചോദിക്കും. മാഷ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാഷ് സോണിയാഗാന്ധിയുമായിട്ടുള്ള മാഷിൻ്റെ ഒരു വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് വരെ, 2014 വരെ, അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതിനുശേഷമുള്ള ഒരു തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ തലമുറ മാറ്റമാണോ കോൺഗ്രസിനെ ബാധിച്ചത് പ്രധാനമായിട്ട്? ഇത്തവണ UP-യിൽ സോണിയാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാനേ കഴിഞ്ഞില്ല. അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ അതൊക്കെ തന്നെ ഒരു ഞാൻ പറഞ്ഞത് ഈ പെർഫോമൻസിന്, കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവാം. സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മളാരും പറയുന്നില്ല, പക്ഷെ അവരുടെ ഒരു സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കോൺഗ്രസിന് ഭേദപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്ന് മാഷിനെ പോലുള്ളവർ കരുതുന്നുണ്ടോ? പക്ഷേ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം കുറച്ചും കൂടി ദൃഢമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകുമായിരുന്നു. വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യമാണ്. എന്തും നമുക്ക് അങ്ങനെ കിടക്കാം. സോണിയാഗാന്ധി ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വഹിച്ചിട്ടുണ്ട്, പ്രിയങ്ക വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ UP-യിലുണ്ടായ തിരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും BJP-യെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. എങ്ങനെ ഈ BJP-യുടെ ഈ വർഗീയത എത്രയോ കാഠിന്യമായ വർഗീയത അവിടെ പ്രചരിപ്പിച്ചത്. ഒരു പ്രധാനമന്ത്രി ഒരു കാലഘട്ടത്തിലും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിമാരും ഇത്രമാത്രം ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ ഇറങ്ങിയിട്ടില്ല. അവസാനം പദയാത്ര വരെ വാരണാസിയിൽ നടത്തേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക്. അദ്ദേഹവും BJP-യും കൊണ്ടുവന്ന വർഗീയത, ആ വർഗീയത ചെറിയൊരു കാര്യമല്ല. ഇതൊക്കെ നമുക്ക് ഏതായാലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് ഓരോ നിയോജകമണ്ഡലം, ഓരോ പ്രദേശങ്ങൾ, ഇപ്പോൾ UP-യെ പോലെ വലിയ സ്റ്റേറ്റിൽ ഓരോ പ്രദേശങ്ങളുടെയും പ്രാധാന്യമുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് വേണം നമുക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകാൻ. മാഷേ, ഇപ്പം നമുക്ക് കിട്ടുന്ന ചിത്രപ്രകാരം UP-യുടെ സമസ്ത തലങ്ങളിലും, അതായത് വെസ്റ്റ്, ഈസ്റ്റ്, ബുന്ദേൽഖണ്ഡ്, അതുപോലെ തന്നെ സെൻട്രൽ, എല്ലാ തലങ്ങളിലും BJP-യുടെ ഒരു സ്വീപ്പാണ്. 275, 274 എന്നുള്ള സംഖ്യയിലേക്ക് BJP എത്തിയിരിക്കുന്നു. വേണമെങ്കിൽ 300-ലേക്ക് വേണമെങ്കിൽ എത്താം എന്നുള്ള സിറ്റുവേഷനാണ്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വരാൻ പോകുന്നു, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? താങ്കളുടെ മനസ്സിലൊരു ആശങ്കയുണ്ടോ? അല്ല, ഇത് ജനാധിപത്യ രാജ്യമല്ലേ.
ജനങ്ങളുടെ തീരുമാനമല്ല പ്രധാനപ്പെട്ടത്. ഏതായാലും ഇത് കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് വരുന്നു, ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തിരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടത് ഇപ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഏതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമായ തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളാണ്. തോമസ് മാഷ, താങ്കൾ ഈ എറണാകുളത്തിരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ചെറിയ ലാഗ് ഉള്ളത്. പക്ഷേ താങ്കൾ വൈകാതെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ തുടർച്ചയായി വന്നിരുന്നു കൊണ്ട് സംസാരിക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ തീർച്ചയായിട്ടും പറയും. ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ. ഏതായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി എറണാകുളമാണ്. എറണാകുളത്ത് ഒത്തിരി പരിപാടികളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിന്റെ ഒരു ഉദ്ഘാടനം നടക്കാൻ പോവാണ്. ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു കാര്യം ഞാൻ പറയാം, BJP ഏതര മതേതരത്വ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. ഞങ്ങളൊക്കെ എന്നും പറയുന്ന ഒരു കാര്യമാണ് ഇത്. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ കോൺഗ്രസും CPM തമ്മിൽ യോജിക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ ദേശീയ തലത്തിൽ BJP ഏത് രാഷ്ട്രീയ പാർട്ടികൾ, മതേതരത്വ രാഷ്ട്രീയ പാർട്ടികൾ അവരെ യോജിച്ച് ഒരു കൈയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ സിഗ്നൽ. എന്തായാലും ഈ സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും താങ്കളുടെ മുഖത്തൊരു ചിരി സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചോദ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് എന്തായാലും താങ്കളെ ഞങ്ങൾ ഇന്ദിരാഭവനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചെറിയാൻ ഫിലിപ്പ് ഓൾറെഡി ഇവിടെ ഇരുന്നു കൊണ്ട് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ചെറിയാൻ ഒന്നും കൂടി സ്വാഗതം ചെയ്യൂ താങ്കൾ. തീർച്ചയായും, കാരണം ഒരു ക്രിസ്ത്യൻ വേക്കൻസിയാണ് വരുന്നത്. പിന്നെ സോണിയാഗാന്ധിയുടെ അടുപ്പമുള്ള ആളാണ്. ദേശീയ നേതൃത്വത്തിന് വിരോധമില്ല. പിന്നെ അദ്ദേഹം ഒരു സർവ്വസമ്മതനാണ്, ആരുമായിട്ട് കോംപ്രമൈസ് ഇല്ല, വ്യത്യാസമില്ല. ഐ ഗ്രൂപ്പിൽ ആയിരുന്നു, ഐ ഗ്രൂപ്പുകാർക്ക് സ്വീകാരനാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ കെവിൻ തോമസ്. അതെ, ചെറിയാൻ ഫിലിപ്പ് ഈ പറഞ്ഞ പോലെ എന്താണ് എന്ത് നിരത്തിയപ്പോഴാണ് കബഡി നിരത്തിയപ്പോൾ കണ്ട 2-3 കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പാടണമെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും പുട്ടിന് നല്ല ഡിമാൻഡുള്ള കാലമായതുകൊണ്ട് തന്നെ അതായത് പല ഇക്വേഷൻസും അതായത് സോണിയാഗാന്ധിക്ക് പ്രിയങ്കരനാണ്, എല്ലാവർക്കും മാത്രമല്ല AK ആന്റണിക്ക് വളരെ ഇഷ്ടമാണ്. ഐ ഗ്രൂപ്പുകാരനാണെങ്കിൽ A ഗ്രൂപ്പിനോട് നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജാതി മത സമവാക്യങ്ങളെ ഒരുപക്ഷെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ്. അതായത് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു KPCC വരണം. ഇതെല്ലാം കൂടി മാഷെ താങ്കൾക്ക് അനുകൂലമായ ഒരു ഘടകങ്ങളാണ് ഉരുത്തിരിയുന്നത്. ഇതൊന്ന് തള്ളിക്കളയരുതേ.